ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നീറ്റ് എക്സാം, എക്സ്പെഷ്യലി നീറ്റ് എക്സാം എഴുതുന്നത് MBBS, BDS, ആയുർവേദ, ഹോമിയോ, സിദ്ധ, യൂനാനി, എക്സ്പെഷ്യലി ഏറ്റവും കൂടുതൽ 99.9% കുട്ടികളും ഫോക്കസ് ചെയ്യുന്നത് MBBS എന്ന് പറയുന്ന ഡിഗ്രിക്കാണ്. അപ്പോൾ MBBS അല്ലെങ്കിൽ BDS ഇതാണ് ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന രണ്ട് കോഴ്സസ്. അപ്പോൾ MBBSും BDSും ഫോക്കസ് ചെയ്യുന്ന നീറ്റ് എക്സാം എഴുതിയിട്ട് ഇൻ കേസ് MBBSും BDSും കിട്ടാത്ത കുട്ടികൾ, അല്ലെങ്കിൽ MBBSോ BDSോ ആയുർവേദ, ഹോമിയോ, സിദ്ധ, അഗ്രികൾച്ചർ, അങ്ങനെ ഒരു മെഡിക്കൽ റിലേറ്റഡ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവാൻ സാധിക്കുന്ന കോഴ്സുകളും അതുമായിട്ട് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, ഇപ്പോൾ അഗ്രികൾച്ചർ ഉണ്ട്, വെറ്റിനറി ഉണ്ട്, ഫോറസ്ട്രി ഉണ്ട്, ഫിഷറീസ് ഉണ്ട്, ഇതുപോലത്തെ കോഴ്സുകളൊക്കെ നീറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേരളത്തിൽ പോകുന്നത്. അപ്പോൾ മെഡിക്കൽ അതുപോലെ തന്നെ അലൈഡ് കോഴ്സുകളൊന്നും കിട്ടാൻ സാധ്യത ഇല്ലാത്ത കുട്ടികൾ പിന്നീട് ഒത്തിരി ഡൗട്ടുകൾ ചോദിക്കും. സാറേ, ഞാൻ ഒരു വർഷം റിപ്പീറ്റിന് പോയി, 2 വർഷം റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റ് ചെയ്തു, അല്ലെങ്കിൽ +2 കഴിഞ്ഞതിന് ശേഷം നീറ്റ് എക്സാം എഴുതി നോക്കി, ഭയങ്കര ടഫാണ്. കാരണം നീറ്റ് എക്സാം ഇന്ന് ലോകത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള +2 കഴിഞ്ഞതിന് ശേഷം ഉള്ള കോമ്പറ്റീറ്റീവ് എക്സാം നോക്കുന്ന സമയത്ത് ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന അത്രയും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ് നീറ്റ് എക്സാം എന്ന് പറയുന്നത്. കാരണം ഇന്ന് നിലവിൽ ഇന്ത്യയിലുള്ള MBBS സീറ്റുകളുടെ എണ്ണം കുറവും, അതിലേറുപരി ഇത് എഴുതുന്ന കുട്ടികളുടെ എണ്ണം അത്രത്തോളം കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് അടിപൊളി എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്. ഈ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ പഠിക്കുന്നത് 10,000, 20,000 കുട്ടികളാണ് ഓരോ വർഷം ഓരോ സ്ഥാപനത്തിലും പഠിക്കുന്നത്. ഇന്ന് കേരളത്തിലെ ഏറ്റവും ടോപ്പ് കോച്ചിങ് സെൻറ്ററുകളുടെ അവസ്ഥയാണ് പറയുന്നത്. ഇതിൽ തന്നെ കേരളത്തിലുള്ള MBBS സീറ്റുകളുടെ എണ്ണം, അതുപോലെ തന്നെ കേരളത്തിലുള്ള BDS സീറ്റുകളുടെ എണ്ണം, മറ്റുള്ള ഈ ഡോക്ടർ ആവാൻ സാധിക്കുന്ന ഇപ്പോൾ ആയുർവേദ ഡോക്ടർ, അതുപോലെ തന്നെ സിദ്ധ, യൂനാനി പോലുള്ള കോഴ്സുകളുടെ ഒക്കെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ ചോദിക്കുന്നതാണ്, നീറ്റ് എക്സാം എഴുതിയിട്ട് നീറ്റ് എക്സാം വഴി കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക്, അതായത് ഇതൊരു കോംപ്ലക്സ്, അതായത് കുട്ടികളുടെ ഒരു മാനസികമായിട്ടുള്ള, ഇപ്പോൾ 1ഉം 2ഉം കൊല്ലം റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾ ഈ ചെറുപ്പം മുതലേ ഡോക്ടർ ആവണം എന്ന് ആഗ്രഹിച്ചിട്ട് എഴുതുന്ന കുട്ടികളാണ് ഭൂരിഭാഗം. അവർക്ക് പിന്നീട് ഒരു നഴ്സിംഗിലോട്ടോ അല്ലെങ്കിൽ ഒരു പാരാമെഡിക്കൽ കോഴ്സുകളായിട്ട് വരുന്ന ഇപ്പോൾ മെഡിക്കൽ ലാബ് ടെക്നോളജി അല്ലെങ്കിൽ അതുപോലത്തെ കോഴ്സുകളൊന്നും അവർക്ക് കൂടുതലും ഡൈജസ്റ്റ് ആവണം എന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ ഡോക്ടർ ആവണം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ഇപ്പോൾ അനസ്തീഷ്യ ടെക്നോളജി, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, മെഡിക്കൽ ലാബ് ടെക്നോളജി, എമർജൻസി മെഡിസിൻ ടെക്നോളജി, ഇങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. ഇതൊന്നും സ്വാഭാവികമായിട്ടും റിപ്പീറ്റും റിപ്പീറ്റും ചെയ്താൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് വരുന്ന പിള്ളേരിൽ നോക്കുന്ന സമയത്ത് പല കുട്ടികൾക്കും എന്തല്ല ഇങ്ങനത്തെ കോഴ്സുകളോട് ഒരു താല്പര്യം തോന്നില്ല. ഒബ്വിയസ്ലി, കാരണം ഇവർ ഈ ചെറുപ്പം മുതലേ ഡോക്ടർ ആവണം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജോലി ചെയ്യണം, സ്വന്തം ഒരു ഇതിൽ നിൽക്കണം, ഞങ്ങളുടെ അണ്ടറിൽ മാത്രം വർക്ക് ചെയ്യുന്ന, മറ്റേതൊക്കെ എന്താ പറയുക, ഇതുപോലെ ഡോക്ടേഴ്സിൻ്റെ അണ്ടറിൽ, ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ സർജൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അനസ്തീഷ്യ ടെക്നോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അനസ്തീഷ്യോളജിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. അങ്ങനെ നഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഡോക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന, അതൊരു ഇൻഡിപെൻഡൻറ്റ് കരിയറാണ്. എന്നാൽ തന്നെ നഴ്സിങ്ങിനോടും വലിയ താല്പര്യമില്ലാത്ത കുട്ടികളാണ് റിപ്പീറ്റും റിപ്പീറ്റും ചെയ്യുന്ന കുട്ടികൾ. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾ ചോദിക്കുന്നതാണ്, സാറേ ഞങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സ് റെഫർ ചെയ്ത് തരുമോ, അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നഴ്സിംഗ് താല്പര്യമുണ്ടോ വെച്ചാൽ നഴ്സിംഗ് താല്പര്യമില്ല, അല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ ഡോക്ടർ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇവർ കാണുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന, വിത്തൗട്ട് നീറ്റ് എക്സാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കോഴ്സുകളാണ് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും ആഫ്റ്റർ +2 മലയാളം എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഈ +2 കഴിഞ്ഞതിന് ശേഷം ഉപരിപഠന സാധ്യതകളെ കുറിച്ചിട്ടൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. +2 കഴിഞ്ഞ കുട്ടികൾക്ക് കൂടുതലും ഉപകാരപ്പെടുന്ന വീഡിയോസാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഈ വീഡിയോയിലോട്ട് വരാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്ന കോഴ്സുകൾ, ഒരു ഗ്രൂപ്പ് ഓഫ് കോഴ്സുകൾ, അതായത് ഇത് ഇപ്പോൾ MBBS എന്ന് പറയുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസിങ് കരിയറാണ്. അതായത് 4.5 കൊല്ലത്തെ കോഴ്സും 1 കൊല്ലത്തെ ഹൗസ് സർജൻസി, ഏകദേശം 5.5-6 കൊല്ലം കൊണ്ട് MBBS പഠിച്ചിറങ്ങുന്ന കുട്ടികൾ പ്രാക്ടീസ് ചെയ്യാനാണ് പോകുന്നത്. അവർ പോയിട്ട് ക്ലിനിക്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലോ വർക്കിന് ജോയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ അവിടെ വരുന്ന പേഷ്യൻസിനെ അവർ ടേക്ക് കെയർ ചെയ്യുന്നു, അവർ അസുഖങ്ങൾ മനസ്സിലാക്കുന്നു, അതിന് വേണ്ട മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നു, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. ആ പേഷ്യൻറ്റിൻ്റെ അസുഖം മാറ്റി കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ് MBBS ഡോക്ടേഴ്സ് അല്ലെങ്കിൽ BDS ആരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡെന്റലുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഓറൽ ഹെൽത്ത് ഒക്കെ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്നവരാണ് ഡെന്റിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പ്രാക്ടീസിങ് കരിയറാണ്. അതായത് ഇപ്പോൾ MBBS കഴിഞ്ഞ് സ്റ്റാർട്ടിങ്ങിൽ ജോയിൻ
ജോയിൻ ചെയ്യുന്ന ഒരു ഡോക്ടറെ ഒരു സ്കില്ല് ആവൂല. MBBS കഴിഞ്ഞ് 2 കൊല്ലത്തെ എക്സ്പീരിയൻസും അതിൻ്റെ പുറമെ PGയിൽ ജനറൽ മെഡിസിനോ പീഡിയാട്രിക്സോ അല്ലെങ്കിൽ ജനറൽ സർജറിയോ ഓർത്തോപീഡിക്സോ MD അനസ്തീഷ്യ ഇതുപോലത്തെ കോഴ്സുകൾ ചെയ്ത് അല്ലെങ്കിൽ PG ഒക്കെ കഴിഞ്ഞ ഡോക്ടേഴ്സിന് ഉണ്ടാവുന്ന ഒരു എക്സ്പോഷർ ആവില്ല ഒരു MBBS ഡോക്ടേഴ്സിന് ഉണ്ടാവുക. അതായത് ഡോക്ടർമാരുടെ പ്രത്യേകത എന്താ, നമുക്ക് മരണം വരെ വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം 60 വയസ്സായാലും ആരോഗ്യമുണ്ട് ബുദ്ധി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വീട്ടിലോട്ട് വരുന്ന പേഷ്യൻസിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റും. ഇതാണ് ഡോക്ടേഴ്സിൻ്റെ പ്രത്യേകത. കാരണം അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ആണ് ഡോക്ടേഴ്സിനുള്ളത്. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ പ്രാക്ടീസിങ് കരിയർ, അതായത് ഇങ്ങനത്തെ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ഡോക്ടർ അണ്ടറിലോ ഒരാളെ അണ്ടറിലോ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കോഴ്സുകൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ കോഴ്സാണ് BNYS എന്ന് പറയുന്നത്. BNYS പൊതുവെ മലയാളികൾ കൂടുതലും എടുക്കാറില്ല. BNYS അധികം കേട്ട് പരിചയമില്ലാത്ത കോഴ്സാണ്. ബാച്ചുലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ് എന്ന് പറയും. റീഹാബിലിറ്റേറ്റിംഗ് കോഴ്സാണ്. ഈ കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഒത്തിരി വീഡിയോസ് യൂട്യൂബ് ചാനലുകളിൽ അവൈലബിൾ ആണ്. പല യൂട്യൂബ് ചാനലുകളിലായിട്ട് അവൈലബിൾ ആണ്. നാച്ചുറലി അത് ട്രീറ്റ് ചെയ്യുന്നവരാണ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ് എന്ന് പറയുന്നത്. അതും നല്ലൊരു കോഴ്സാണ്. പൊതുവെ നോർത്തിലുള്ള കുട്ടികൾ, ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ആണ് ഈ കോഴ്സ് കൂടുതലും പഠിക്കാറുള്ളത്. സ്വന്തമായിട്ട് ക്ലിനിക്കുകൾ, വെൽനെസ് സെൻറ്റേഴ്സ്, സ്പാ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന 5.5 കൊല്ലം പഠിക്കാനുള്ള ബേസിക്കലി ഹ്യൂമൻ അനാട്ടമി ഫിസിയോളജി ഇതുപോലത്തെ നമ്മുടെ സയൻസ് പഠിച്ചിട്ട് നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു സയൻസോട് കൂടി ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് BNYS എന്ന് പറയുന്നത്. ഇത് ഒരു കോഴ്സാണ്. താല്പര്യമുള്ള കുട്ടികൾക്ക് എടുക്കാം. ഞാൻ പറഞ്ഞു എന്നുള്ളൂ, ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് BNYS ആണ്. ഇനി രണ്ടാമതായിട്ട് ഞാൻ പറയുന്ന കോഴ്സ്, രണ്ടാമത് നല്ല കേട്ടോ, ഞാനിപ്പോൾ BNYS അങ്ങനെ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യേണ്ട കാര്യമില്ല. രണ്ടാമത്തെ ഒരു കോഴ്സായിട്ട് ഞാൻ പറയുന്നത് BPT ആണ്. BPT എന്ന് പറയുന്നത് ബാച്ചുലർ ഓഫ് ഫിസിയോതെറാപ്പി ആണ്. ബാച്ചുലർ ഓഫ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ 2025 BPT എന്ന് പറയുന്ന കോഴ്സ്, അതായത് ബാച്ചുലർ ഓഫ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന കോഴ്സ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതായത് ഈ ഫിസിയോതെറാപ്പി അസോസിയേഷൻ ഉണ്ട്, ഓൾ ഇന്ത്യ ലെവലിൽ വരുന്ന. അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടർ എന്ന് പറയുന്ന DR എന്ന് പറയുന്ന പ്രിഫിക്സ് നമ്മുടെ പേരിൻ്റെ മുമ്പിൽ ചേർക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു കറൻറ്റ് സിലബസ് പ്രകാരം ഇത് 4.5 വർഷത്തെ കോഴ്സാണ്. 4 വർഷത്തെ പഠനവും പ്ലസ് 6 മാസത്തെ ഇൻറ്റേൺഷിപ്പുമാണ്. നമുക്ക് ഈ കോഴ്സ് നമ്മുടെ ഹ്യൂമൻ ബോഡീനെ കുറിച്ചിട്ട് കംപ്ലീറ്റ് പഠിക്കാനുണ്ടാവും. നമുക്ക് ബയോളജിക്കലി മൂവ്മെൻറ്റ്സിനൊക്കെ എന്തെങ്കിലും റിസ്ട്രിക്ഷൻസ്, കൈകാലുകളുടെ ചലനം അല്ലെങ്കിൽ നമ്മുടെ നെക്കിൻ്റെ ചലനം അല്ലെങ്കിൽ എന്ത് മൂവ്മെൻറ്റ്സ്, ജോയിൻസ് അല്ലെങ്കിൽ മസിൽസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നമുക്ക് ചലിക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ സയൻറ്റിഫിക്കലി എക്സസൈസിൽ ബോഡിയും കാര്യങ്ങളൊക്കെ മൂവ്മെന്റിലോട്ട് എത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. വെറും എക്സസൈസ് മാത്രമല്ല, ഇലക്ട്രോതെറാപ്പി, ഹാൻഡ് തെറാപ്പി, ഇതുപോലെ ഒരുപാട് മെത്തേഡുകളുണ്ട്. BPTയുടെ കംപ്ലീറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഗംഭീര പ്രോഗ്രാമാണ്. ഈ കോഴ്സ് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ DR എന്ന് പറയുന്ന പ്രിഫിക്സ്, അത് പേരിന്റെ മുമ്പിൽ നമുക്ക് ഡോക്ടർ എന്ന് പറയുന്ന ലേബിൾ ചേർക്കാൻ പറ്റും. പക്ഷെ പേരിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യണം, PT എന്ന് ആഡ് ചെയ്യണം. അതിനർത്ഥം ഫിസിയോതെറാപ്പിസ്റ്റ് എന്നാണ്. അത് മനസ്സിലാവാൻ വേണ്ടി PT എന്ന് ആഡ് ചെയ്യണം. ഇനി മാസ്റ്റേഴ്സ് ഇൻ ഫിസിയോതെറാപ്പി, ഇതിലും ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ MBBS ഡോക്ടേഴ്സ് MBBS കഴിഞ്ഞതിന് ശേഷം കുട്ടികളുടെ ഡോക്ടർ അല്ലെങ്കിൽ കണ്ണ് ഡോക്ടർ, തൊലി ഡോക്ടർ, ഇതുപോലെ ഒരുപാട് ഡോക്ടേഴ്സ് ആവുന്നുണ്ടല്ലോ, സ്പെഷ്യാലിറ്റീസ് ഉണ്ടല്ലോ. അതേപോലെ ഫിസിയോതെറാപ്പിയിലും ഉണ്ട്. സ്പോർട്സ് ഫിസിയോതെറാപ്പി, ജീരിയാറ്റിക് ഫിസിയോതെറാപ്പി, ഗൈനക്കോളജി ഫിസിയോതെറാപ്പി, പീഡിയാട്രിക് ഫിസിയോതെറാപ്പി പോലെ നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ നമുക്ക് PG ചെയ്യാൻ പറ്റും, PhD ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് ഓപ്പർച്യൂണിറ്റീസ് കൂടും. പക്ഷേ ഇതും MBBS പോലെ തന്നെയാണ്. കാരണം പഠിച്ചിറങ്ങിയ പിറ്റേ ദിവസം നമുക്ക് അടിപൊളി ജോലിയും അടിപൊളി സാലറി ഉണ്ടാവില്ല. പഠിച്ചിറങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എക്സ്പീരിയൻസും സ്കില്ലും നമ്മുടെ നോളജൊക്കെ എത്രത്തോളം ഡെവലപ്പ് ആകുന്നു, നമുക്ക് എവിടെയൊക്കെയാണോ ഓപ്പണിങ്സ് കിട്ടുന്നത് അതിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ കരിയർ ഫ്ലറിഷ് ചെയ്തെടുക്കേണ്ട പ്രോഗ്രാമാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ രണ്ടാമത് റെഫർ ചെയ്യുന്ന കോഴ്സ്. അത് നിങ്ങൾ നമ്പർ ഒരിക്കലും 2, 3, 4 എന്നൊന്നും നിങ്ങൾ ഇതാക്കണ്ട. ഞാൻ എൻ്റെ ഒരു ഇതിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ലിസ്റ്റുകൾ മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ കോഴ്സിലോട്ട് വരുന്ന സമയത്ത് അത് ഞാൻ കൂടുതലും റെഫർ ചെയ്യുന്നത് BOT എന്ന് പറയുന്ന കോഴ്സാണ്. കാരണം BOT എന്ന് പറയുന്നത് ബാച്ചുലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പിയാണ്. അതും ഒരു പ്രാക്ടീസിങ് കരിയറാണ്. ഒരു ഡോക്ടർ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ജോബല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജോബല്ല. നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റിനെ പോലെ അല്ലെന്നുണ്ടെങ്കിൽ BNYSകാരെ പോലെ നമുക്ക് നമ്മുടെ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് BOT എന്ന് പറയുന്നത്. ബാച്ചുലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി. BOTയുടെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് കണ്ടു നോക്കാം. BOT എന്ന് പറയുന്നത് ഒരു 4.5 വർഷത്തെ
കോഴ്സാണ്. 4 വർഷത്തെ പഠനം, അതിൻ്റെ പുറമെ 6 മാസത്തെ ഇൻറ്റേൺഷിപ്പ് വരുന്നുണ്ട്. മെയിനായിട്ട് ചെയ്യുന്ന ജോബ് എന്ന് പറയുന്നത് റീഹാബിലിറ്റേഷൻ ആണ്. അതായത് ഇപ്പോൾ ഒക്യുപ്പേഷൻ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയും. ഒക്യുപ്പേഷൻ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട്, ഇപ്പോൾ ബുദ്ധിമാന്ദ്യം ഒക്കെ ഉള്ള കുട്ടികളുണ്ടാവും. ഇപ്പോൾ ജന്മന ബുദ്ധിമാന്ദ്യം അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച ഒരു ഭാഗം മൊത്തം തളർന്നു പോയി, അല്ലെങ്കിൽ പ്രായമായി കഴിഞ്ഞു, ഒരു പ്രായത്തിന് ശേഷം നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വന്നു. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമ്മളിപ്പോൾ രാവിലെ എണീക്കുന്നതും പല്ല് തേക്കുന്നതും കുളിക്കുന്നതും ഇതുപോലെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവർക്ക് സയൻറ്റിഫിക്കലി ഇതുപോലത്തെ കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആക്കി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ബാച്ചലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി എന്ന് പറയുന്നത്. ഇത് ടോട്ടൽ 4.5 years ഡ്യൂറേഷൻ വരുന്ന പ്രോഗ്രാമാണ്. നല്ല ജോലി കിട്ടുന്ന, നല്ല ജോലി സാധ്യതയുള്ള, വേൾഡ് ലെവൽ തന്നെ ജോലി ചെയ്യാൻ പറ്റുന്ന, WFOT വേൾഡ് ഫെഡറേഷൻ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി അസോസിയേഷൻ അംഗീകരിച്ചിട്ടുള്ള കോളേജിലൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോകത്ത് എവിടെ വേണമെന്നുണ്ടെങ്കിലും പോയി ജോലി ചെയ്യാൻ പറ്റുന്ന, അയോട്ട ഒക്കെ ഇപ്പോൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയോട്ട അംഗീകാരമുള്ള കോളേജുകളിലൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ് BOT ബാച്ചലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി എന്ന് പറയുന്നത്. ഇത് ഞാൻ 3ാമത് റെഫർ ചെയ്യും. ഇതേപോലത്തെ ഇതും പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന കേട്ടോ, നമ്മളൊരാൾ അണ്ടറിൽ വർക്ക് ചെയ്യുന്നല്ല. ഈ ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റിന് എത്രത്തോളം സ്കില്ലുകളുണ്ടോ അതിനനുസരിച്ചിട്ട് ഓപ്പണിങ്സ് കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ വരുന്ന ഇതിനും ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസിനും നമുക്ക് സ്പെഷ്യലൈസേഷൻസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പീഡിയാട്രിക്കിൽ നമുക്ക് ഒക്യുപ്പേഷണൽ തെറാപ്പി MOT ചെയ്യാൻ പറ്റും. ജനറൽ MOT തന്നെ നമുക്ക് സ്പെഷ്യലൈസേഷൻസ് പീഡിയാട്രിക് ഉണ്ട്, ജനറൽ ഉണ്ട്, ജീരിയാട്രിക് ഉണ്ട്. ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് 4ാമത് വരുന്ന സമയത്ത് ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു കോഴ്സ്, ഇത് നിങ്ങൾ ഒരിക്കലും നമ്പർ വൈസ് കാറ്റഗറൈസ് ചെയ്യേണ്ട കാര്യമില്ല. 4ാമത്തെ ഒരു കോഴ്സായിട്ട് ഞാൻ പറയുന്നത് BASLP ആണ്, ബാച്ചലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ്. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ജന്മന കേൾവി ശക്തിക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, അല്ലെന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള വിക്കുകളുള്ള കുട്ടികളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ ജന്മന ഉള്ളതായിരിക്കാം, ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ വലുതാവുന്ന സമയത്ത് നാച്ചുറലി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നതായിരിക്കാം. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് സംസാരശേഷി, അതായത് നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ ടങ്കിൽ നിന്നും വരുന്ന ഓരോരോ വാക്കുകളും ഓരോരോ അക്ഷരങ്ങളും കൃത്യമായിട്ട് പുറത്തോട്ടേക്ക് നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നത് എന്താണോ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് സയൻറ്റിഫിക്കലി തെറാപ്പി കൊടുത്ത് അവരെ സംസാരിപ്പിക്കുന്നവരാണ് ഓഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്, അത് സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. ഓഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത് കേൾവിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും, കേൾവി ശക്തി കുറവ്, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അടി കിട്ടിയിട്ട് ചെവിയുടെ ഇത് പോയതായിരിക്കാം. അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല ചില ആൾക്കാർ ഇയറിംഗ് എയ്ഡുകളൊക്കെ വെക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ ഇതുപോലത്തെ ഇയറിംഗ് എയ്ഡുകൾ ഡിസൈൻ ചെയ്യുന്നതും അത് ഓരോരോ പേഷ്യൻസിന് എത്രത്തോളം ഫ്രീക്വൻസിയിലാണ് അത് വേണ്ടതെന്നുള്ളത് അതൊക്കെ ചെയ്തു കൊടുക്കുന്നതും അവരുടെ ബാക്ക് ടു ലൈഫിലോട്ട് കൊണ്ടുവരുന്നവരാണ് ഓഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 മേഖലയിലും ജോലി ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ് BASLP എന്ന് പറയുന്നത്. ഇതൊരു 4 years ഡ്യൂറേഷൻ വരുന്ന ഒരു പ്രോഗ്രാമാണ്. 3 വർഷത്തെ പഠനവും അതിൻ്റെ പുറമെ 1 വർഷമാണ് നമുക്ക് ഇൻറ്റേൺഷിപ്പ് വരുന്നത്. ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് 3 കൊല്ലം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം 1 കൊല്ലം നമ്മൾ ജോലി ചെയ്യുക. ആ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടി കിട്ടിക്കഴിഞ്ഞാലേ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. ഇതാണ് 4ാമത്തെ കോഴ്സ്. ഇനി 5ാമത്തെ ഒരു കോഴ്സിലോട്ട് വരുന്ന സമയത്ത് ഞാൻ കൂടുതലും റെഫർ ചെയ്യുന്നത് FARMD ആണ്. FARMD എന്ന് പറയുന്നതും ഒരു പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന കോഴ്സാണ്. FARMD എന്ന് പറയുന്നത് ഡോക്ടർ ഓഫ് ഫാർമസിയാണ്. ഞാൻ ഈ പറഞ്ഞ കോഴ്സിൽ ഏറ്റവും ടോപ്പ് ദൈർഘ്യം വരുന്ന അല്ലെങ്കിൽ ഡ്യൂറേഷൻ വരുന്ന ഒരു പ്രോഗ്രാമാണ് FARMD എന്ന് പറയുന്നത്. ഫാർമക്കോളജിയാണ് കൂടുതലും പഠിക്കാണ്ടാവുക. അതായത് 6 വർഷമാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന, ഇന്ത്യയിലല്ല ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് പുറത്താണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഞാനിപ്പോൾ കോഴ്സുകളെ കുറിച്ചിട്ട് പരിചയപ്പെടുത്തി തരുന്നുള്ളൂ. ഇതിൻ്റെയൊക്കെ ഓപ്പർച്യൂണിറ്റീസും മറ്റുള്ള ഡീറ്റെയിൽസും നിങ്ങൾ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം, ഇപ്പോൾ കെമിസ്ട്രീനോട് കൂടുതൽ താല്പര്യമുണ്ട്, അതുപോലെ തന്നെ മരുന്നുകളെ കുറിച്ചിട്ടും മരുന്ന് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടും ഈ മരുന്നുകളൊക്കെ ഒരു ഹ്യൂമൻ ബോഡിയിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ പഠിക്കുന്നവരാണ് FARMD-ക്കാർ. അതായത് FARMD-യുടെ ജോലിനെ കുറിച്ചിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു പേഷ്യൻറ്റ്, ആ പേഷ്യൻറ്റിന് അറൗണ്ട് ഒരു 60 above ഏജ് ഉണ്ട്, ഡയബറ്റിക് ആണ്, അയാൾക്ക് 60ൻ്റെ കൂടുതൽ വയസ്സുണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഈ അസുഖങ്ങൾ ഒക്കെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ആ സമയത്ത് പുള്ളിക്ക് ഒരു ബ്രെയിൻ ട്യൂമറോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസീസും കൂടി വന്നു. അപ്പോൾ ഒബ്വിയസ്ലി ഈ നിത്യമായിട്ടുള്ള ഈ അസുഖങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു ഡോക്ടറായിരിക്കും, അതൊരു ജനറൽ മെഡിസിൻ ആണെന്ന് വിചാരിക്കുക. പിന്നീട് ഈ ട്യൂമർ വന്ന സമയത്ത്
സമയത്ത് ഒരു ഓങ്കോളജിസ്റ്റും കൂടി അതിന് പരിശോധിക്കുന്നുണ്ട്. പിന്നെ അയാൾക്ക് ഹാർട്ടിന് ഇപ്പോൾ പ്രായമായ ആളാണ്, ഓൾറെഡി 2-3 ആൻജിയോഗ്രാമോ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞ ആളാണ്, അയാൾക്ക് ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ട്, ഓൾറെഡി ഒരു ഹാർട്ട് പേഷ്യൻറ്റിനെ റെഫർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു 3-4 രീതിയിൽ ഒരു 3-4 സിറ്റുവേഷനിലുള്ള ട്രീറ്റ്മെൻറ്റ് വരുന്ന സമയത്ത് ഇപ്പോൾ ഹാർട്ട് ഡോക്ടർ കൊടുക്കുന്ന മരുന്നിൻ്റെ ചില കണ്ടൻറ്റ് ചിലപ്പോൾ ക്യാൻസർ ഡോക്ടർ കൊടുക്കുന്ന അല്ലെങ്കിൽ ഓങ്കോളജിസ്റ്റ് കൊടുക്കുന്ന മരുന്നുകളിലുണ്ടാവും, മെഡിസിൻസിലുണ്ടാവും, അല്ലെങ്കിൽ ചില ഇഞ്ചക്ഷനിലുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ സമയത്ത് ഈ 3 മെഡിസിൻസും കൂടി അല്ലെങ്കിൽ 3 ഡിപ്പാർട്ട്മെൻറ്റും കൂടി ചേരുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആവും. ചിലപ്പോൾ ഇയാളുടെ അസുഖം കൂടാനും മരണപ്പെടാനുള്ള സാധ്യതകളുണ്ട്, അത്രയും കോംപ്ലിക്കേഷനിലോട്ട് വരും. അപ്പോൾ ഇങ്ങനത്തെ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഡോക്ടേഴ്സ് വിളിക്കുന്നത് ഫാർമഡിക്കാരാണ്. ഫാർമഡിക്കാർ വന്നിട്ടാണ് എന്ത് ചെയ്യുക, ഇവർക്ക് ഈ ഇന്ന അസുഖത്തിന് ഇന്ന മരുന്ന് കൊടുത്താൽ മതി, ഇന്ന അസുഖത്തിന് ഇന്ന മരുന്ന് കൊടുത്താൽ മതി, മരുന്നുകൾ മൊത്തം കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു ഹ്യൂമൻ ബോഡിയിലെ റിക്കവർ ചെയ്തെടുക്കുന്ന അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്നവരാണ് ഫാർമഡി എന്ന് പറയുന്നത്. ഇത് 6 years ഡ്യൂറേഷൻ വരുന്ന പ്രോഗ്രാമാണ്. ഇത് അടിപൊളി കോഴ്സാണ്. ഇനി അടുത്തത് 6ാമത്തെ കോഴ്സിലോട്ട് വരുന്ന സമയത്ത് ഞാൻ കൂടുതലും റെഫർ ചെയ്യുന്നത്, അത് 6ാമത്തെയും 7ാമത്തെയും ഞാനൊരു മെഡിക്കൽ കോഴ്സുകളല്ല പറയുന്നത്, ഒരു നോൺ മെഡിക്കൽ കോഴ്സുകളാണ്. എന്നാൽ തന്നെ നമുക്ക് പ്രാക്ടീസിങ് കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മാക്സിമം ഈ 6 കോഴ്സുകളാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇനി ഇതല്ലാതെ ഏതെങ്കിലും കോഴ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഞാൻ 6ാമത്തെ കോഴ്സിലോട്ട് വരുന്ന സമയത്ത് ഞാൻ സൈക്കോളജി പറയും. സൈക്കോളജി അത്യാവശ്യം നല്ല കോഴ്സാണ്. BSc സൈക്കോളജി താല്പര്യമാണ് കേട്ടോ. സൈക്കോളജി പഠിക്കാൻ, മനഃശാസ്ത്രം പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇതിൽ തന്നെ ഒരുപാട് ഹയർ എഡ്യൂക്കേഷനും റിസർച്ചും അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് മെൻ്റലിസം, അതുപോലെ തന്നെ ഒരാളെ മൈൻഡ് റീഡ് ചെയ്യുക, മൈൻഡ് കൺട്രോൾ ചെയ്യുക, പിന്നെ അതുപോലെ മൈൻഡിലൂടെ നമ്മൾ തെറാപ്പി കൊടുക്കുക അവർക്ക്. ഇപ്പോൾ അറിയാലോ ഇന്നത്തെ കാലത്ത് ഒരുപാട് സൈക്കോളജിക്കലി ഒരുപാട് പ്രശ്നങ്ങളുള്ള കാലഘട്ടമാണെന്ന്. അതായത് ജോലിയിലാണെന്നുണ്ടെങ്കിലും വീട്ടിലാണെന്നുണ്ടെങ്കിലും കുടുംബത്തിലാണെന്നുണ്ടെങ്കിലും ഇത്രയും ടെക്നോളജിയും ഇത്രയും കാര്യങ്ങളും ഇത്രയും പ്രഷറും വന്ന സ്ഥിതിക്ക് ആൾക്കാർക്ക് സ്ട്രെസ്സ് കൂടുതലാണ്. അപ്പോൾ ഇത്രയും സ്ട്രെസ് ഉള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ട്രീറ്റ് ചെയ്ത് അവരെ ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് റിലാക്സ് ചെയ്ത് വിടുക എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു പ്രൊഫഷനും കൂടി വേണമല്ലോ. അപ്പോൾ അങ്ങനെ സൈക്കോളജി പഠിച്ചിട്ട് നമുക്ക് നല്ല കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു കോഴ്സ് നമ്മുടെ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിലും ആവാം. ഇപ്പോൾ സിനിമ, സീരിയൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ആക്ടേഴ്സൊക്കെ ഉണ്ടാവും. ഇവർക്ക് ഒരു സിനിമയിൽ തടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അടുത്ത സിനിമയിൽ ഇവർ പറ്റം വലിയും. അത് ഷോർട്ട് പീരീഡ്, അത് ബോഡിക്ക് അത്ര ഹെൽത്തി ഒന്നുമല്ല. പക്ഷേ സയൻറ്റിഫിക്കലി ഒരു ന്യൂട്രീഷനിസ്റ്റ് കറക്റ്റായിട്ട് ഒരാളുടെ ബോഡിക്ക് എത്ര ന്യൂട്രീഷൻ വേണം, പ്രോട്ടീൻ വേണം, അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇപ്പോൾ കാർബ് എത്ര വേണം, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് കറക്റ്റായിട്ടുള്ള ഡയറ്റുകൾ പറഞ്ഞു കൊടുക്കുക, ഫുഡ് ഐറ്റംസ് പറഞ്ഞു കൊടുക്കുക. ഒരാളെ ഇനിയിപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെന്ന് വിചാരിച്ചോളൂ, മരുന്നുകളില്ലാതെ ഫുഡിലൂടെ എന്ത് ചെയ്യുക, അസുഖങ്ങൾ കൺട്രോൾ ചെയ്ത് നിർത്തുക. ഫോർ എക്സാമ്പിൾ ഡയബറ്റിക്, ഷുഗർ പേഷ്യൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഷുഗർ ഒഴിവാക്കിയിട്ട് അതായത് അങ്ങനെ നമുക്ക് ഭക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനൊക്കെ പറ്റും ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി അതല്ല വേറൊരു എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ അയാൾക്കൊരു സർജറി നടന്നു. അപ്പോൾ ആ സർജറി നടന്ന സമയത്ത് അയാൾക്ക് മരുന്ന് കുടിക്കുന്നുണ്ട്, പക്ഷെ ചിലപ്പോൾ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ ജ്യൂസസിലൂടെ ആയിരിക്കും അയാൾ ഹെൽത്തിയിലോട്ട്. ഫുഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഹ്യൂമൻ ബീങ്സിന്, ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടത് ഹ്യൂമൻ ബോഡിയിൽ എത്രത്തോളം ആക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് പഠിച്ചെടുക്കുന്നത് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ഫുഡ് ആൻഡ് ന്യൂട്രീഷനിസ്റ്റ് ആവില്ല. എക്സ്പീരിയൻസ് ഡെവലപ്പ് ചെയ്യും തോറും, നമ്മൾ കൂടുതൽ പേഷ്യൻസിനെ കാണും തോറും, അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ ക്ലയൻസിനെ കാണും തോറും നമുക്ക് നല്ല ന്യൂട്രീഷനിസ്റ്റ് ഒക്കെ ആവാൻ പറ്റും. നല്ല ഡയറ്റൊക്കെ പറഞ്ഞു കൊടുത്ത് ഇന്നത്തെ കാലത്ത് അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും കോഴ്സുകളാണ് ബേസിക് ആയിട്ട് ഞാൻ പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന കോഴ്സസ് ആയിട്ട് പറയുന്നത്. ഇനി ഇതല്ലാതെ ഏതെങ്കിലും മേഖലകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കോഴ്സുകളെ കുറിച്ചിട്ട് ആഫ്റ്റർ +2 നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ താഴെ ഗൂഗിൾ ഫോം കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഗൂഗിൾ ഫോമിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഡെഫിനറ്റ്ലി ഞങ്ങൾ അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ജനറൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.